മലയാറ്റൂർ പോകുമ്പോണ്ടായ ഒരു മോശം അനുഭവട്ടാ ഈ വീഡിയോയില്. ഈ രണ്ട് കറുത്ത പട്ടികളും പരസ്പരം ഷെയ്ക്കൻഡ് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു പട്ടീനെ നമ്മൾ ബസ്സിലേറ്റിട്ടുണ്ട്. ഈ ഒരു കൂട്ടം ഭക്തജനങ്ങളെ മാരി കൂട്ടിയിട്ട് നമ്മളൊരു പോക്ക പോയി. മുത്തപ്പനെ കാണാൻ പോകുമ്പോ ഇവരുടെ ഒരു സന്തോഷം നോക്കിയേ. ഈ ഒരു സീൻ കണ്ടപ്പോ ഇതിപ്പോ തീർത്ഥാടനാണോ അത് ടൂർ വന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോയിട്ടാ. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഏതൊരു സാഹചര്യത്തിലും ആഘോഷിക്കാൻ മനുഷ്യനെ പറ്റുള്ളൂ. ഇവരായിരുന്നിട്ട് കണക്ക് പുള്ള കാശ് മുക്കാണോ. പാലിയക്കാര ടോളിന്റെ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീഡിയോ എടുത്ത് വെച്ചേക്കാ. ചെറു ചിറ്റാട്ടെത്തിക്കണ്ടവരുടെ. ഞാൻ പിന്നെ ഭക്തിമാർഗായ കാരണം ഞാൻ സ്ലീപ്പ് മോഡ് ഇട്ടു. ഇവരിങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവർക്ക് വെല്ലുവിളിയായിട്ട് വേറൊരു ടീം വന്നേ. ഐ തിങ്ക് അത് നെല്ലൂരുകാരൻ തോന്നുന്നുണ്ട്. അവരാണെങ്കിൽ അവർക്ക് ഞങ്ങളെ മറക്കാൻ പറ്റില്ലട്ടാ. ഇത് പാട്ട് പാടുന്നതാണോ കോഴി കൊക്കണതാണോ ഓട്ടാ. ദേശാരവൻ തല പുറത്തിറന്നു. ഇവന്റെ ഫൈൻ വാങ്ങ്. കാറിൽ ആരാ നോക്കിയേ, M4 പോലില്ലേ. അന്ന് രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. മലയാറ്റൊരു മലയും കയറി ഒരു കുട്ടി വ്ളോഗറും ഉണ്ടായി. അയ്യോ എന്തുട്ട ബ്ലോക്ക്. ഈ തിരക്കിനിടയിൽ നമ്മളെ സേഫ് ആയിട്ട് കൊണ്ടുപോയതും കൊണ്ടുവരുന്നതും ഇവരാട്ടാ. അങ്ങനെ അടിവാരെ എത്തി എല്ലാരും ബസ്സിന്ന് ചാടി ഇറങ്ങി മല കയറാനുള്ള തയ്യാറെടുപ്പായി. ഇപ്രാവശ്യം ഫുള്ള് ഭക്തി മൂടട്ടാ. ബുക്കൊക്കെ വാങ്ങിയിട്ട് പിന്നെ ദാഹിച്ചപ്പോ ജ്യൂസും കുടിച്ച് നേരെ മലയുടെ മോളിക്ക്. ഈ ജ്യൂസ് ആരും വാങ്ങലട്ടാ. 2 ജീരസോടെ പൊട്ടിച്ചിട്ട് കുപ്പിലാക്കി തന്നിട്ട് 50 ഉറുപ്പിയും. എപ്പം മല കയറുമ്പോൾ ഞാൻ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ട്, ഒന്നാം സ്ഥലം മിസ്സിംഗ് ആണുള്ളത് എന്താ എത്താത്തേന്ന്. പിന്നെ ഒന്നാം സ്ഥലം എത്തിയാലോ അങ്ങോട്ട് കയറാനും വയ്യ, അങ്ങോട്ട് ഇറങ്ങാനും വയ്യാത്തൊരവസ്ഥ. പിന്നെ ഞാൻ അവന് കുറച്ച് മോട്ടിവേഷനൊക്കെ കൊടുത്തു. മുത്തപ്പൻ കാത്തോളൂടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി. ഓശാന സണ്ടയുടെ തലൂസായോണ്ടാണോന്ന് അറിയില്ല, മല കയറാൻ ഭക്തജനങ്ങളെ തിക്കുന്നിറക്കായിരുന്നു. അങ്ങനെ സ്ഥലം 10ആയി. ഇവരത് തള്ളിയിടൂ. പലതരം ചെരുപ്പുകളുണ്ടായിട്ടും ചെരുപ്പിടാണ്ട് മല കയറുന്ന ഫീല് ആഹാ അതൊന്നും വേറെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തി. മുത്തപ്പനെ കണ്ടപ്പോണ്ടല്ലോ എന്താ സന്തോഷം. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് മുറുക്കാൻ തോന്നുന്നു നേർച്ചയായിട്ട്. ഇതായിട്ട് നമുക്കുണ്ടായ മോശം അനുഭവം. ഇത്രയൊക്കെ മല കയറി വന്നിട്ട് അവർ തണുക്കാത്ത ജ്യൂസ് തന്നിക്കണു. വല്ലാത്ത ജാതി ആൾക്കാർ തന്നെ. ജ്യൂസ് തണുത്തിട്ടില്ല എന്നുള്ള ബെന്ന് നന്നായി തണുത്തിട്ടാ. പിന്നെ നമ്മൾ ജ്യൂസും ആ പകുതി കടിച്ച ബെന്നും ദാനം ചെയ്തു. ഒരാളും മേടിച്ചില്ലാട്ടാ. എന്താ ചെയ്യാ, ദാനം കിട്ടിയ ആവശ്യത്തിന് പല്ലെണ്ണവര്. പിന്നെ മലമൂളത്തെ പള്ളിയിൽ നിന്ന് കുർബാനയും കണ്ട് എലിഫന്റ് കുത്തിമറിച്ച പള്ളി കാണാൻ പോയി. അത് കഴിഞ്ഞിട്ട് ദാഹം എനിക്ക് ഒരു 2 ഉപ്പ് സോഡ പറഞ്ഞു. ഉപ്പും മധുരവും പഞ്ചാരി ഷുഗറും ഒക്കെ ചെല്ലുണ്ട്. ഇന്ന് എന്തെങ്കിലും നടക്കും. പിന്നെ ഇതിന്റെ ഇടയിൽ ഒരു സ്വർണ്ണ കൊന്തി മേടിച്ചിട്ട് നമ്മള് മല കയറി വന്നിട്ട് ഇങ്ങനെ കിടക്കാൻ ഭയങ്കര സുഖട്ടാവും. നമുക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. വണ്ടി പോറായെന്ന് പറഞ്ഞൊരു ന്യൂസ് കിട്ടി. പിന്നെ സ്വർണ്ണ കുരിശും തൊട്ടുമുത്തി ആഴങ്ങളിൽ പതിഞ്ഞ തോമസ് ലീഗയുടെ കാൽപാദങ്ങളും കണ്ട് താഴത്തേക്ക് ഓടി ഇറങ്ങി. നല്ലത് പറയാന്ന് വിചാരിക്കില്ലട്ടാ. ഇവിടുത്തെ കരിമ്പ് ജ്യൂസ് വളരെ മോശമായിരുന്നു. പിന്നെ ഈ കടയിൽ നിന്ന് സിപ്പപ്പ് അടിച്ചു. ഇവിടെ സാധനങ്ങളൊക്കെ കൂടുതൽ ഫോൺ പേയുടെ സ്കാനറാട്ടാ. സിപ്പപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിവാരത്ത് ഇവന്റെ ഈ വട്ടേറും കളിച്ചിട്ട് ഒരു പാർലജിയുടെ ബിസ്ക്കറ്റ് മേടിച്ചു. അത് അവനോട് തന്നെ തിന്നോളാൻ പറഞ്ഞു. പിന്നെ നമ്മൾ തടത്തിപ്പള്ളിയൊക്കെ പോയി പെരിയാറിൽ കാലൊക്കെ നനച്ച് പിന്നെ പോത്തുപോലെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക്. അപ്പൊ ബൈട്ടാ.